വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം കണ്ടാലൊരു കോലം ഇടിവെട്ട് തിളങ്ങണ നേരം ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ അയ്യോ വെറും പാവം ഇവൻ MIT മൂസ ഇവൻ MIT മൂസ ഇവൻ MIT മൂസ വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം അരവയർ നിറക്കാൻ കുടുകുടു ശകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴം നാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പം അതിശയൻ MIT മൂസ ഇവൻ MIT മൂസ 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 എങ്ങോട്ടാ മുരളിയെ? ഒന്നും പറയണ്ട മൂസ. എന്തോ അത്യാവശ്യ യാത്ര തോന്നില്ല, ബാഗൊക്കെ ഉണ്ടല്ലോ. അത്യാവശ്യ യാത്ര തന്നെയാ. എങ്ങോട്ടാണ്ടോ? മാഹിയിലേക്ക്. എന്താ കാര്യം? നല്ല ടെൻഷൻ ഉണ്ടല്ലോ. എങ്ങനെ ടെൻഷൻ അടിക്കാണ്ടിരിക്കും? ഗവൺമെന്റ് ഇമ്പളെ വയറ്റത്തടിച്ചില്ലേ? ഡെയിലി 1.5 പൈന്റ് അടിച്ചോണ്ടിരുന്ന ഞാന് ഇപ്പൊ മദ്യത്തിന് വേണ്ടി സംസ്ഥാനം കടന്നു പോകേണ്ട ഗതികേടില്ല. 2 ദിവസം മാഹി പോയി കിടന്ന് അടിച്ച് പൂസായി വാള് വെച്ച് പണ്ടാരടങ്ങണം. എന്താണെന്നറിയില്ല, കൂതറ ബാറിൽ നിന്ന് അടിച്ചാലേ എനിക്ക് തൃപ്തിയാവും. അതിനാണ് ഈ യാത്ര. മോക്ഷയാത്ര, തീർത്ഥാടന യാത്ര. മദ്യമാകുന്ന തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് മനസ്സും ശരീരവും കോഞ്ഞാട്ടയാവാനുള്ള യാത്രയിലാണ് മുസ ഞാൻ. കഷ്ടം തന്നെയാണ്. നിങ്ങളെപ്പോലത്തെ പാവപ്പെട്ട മദ്യപാനികളുടെ അവസ്ഥ ഭീകരം തന്നെയാ. ഇതൊക്കെ ആരോട് പറയാനാ മുസ? 25 വർഷത്തിൽ കൂടുതൽ മദ്യപിച്ചവർക്ക് അവശ മദ്യപാനി പെൻഷൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ഒരു സമരം നടത്തുന്നതിനെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. എന്തായാലും സമരം ചെയ്യണം. സമരം ചെയ്യണം. ഒരു ഊർജം വേണല്ലോ. അതിന് 2 അടിക്കണം. അതിനൊരു മാർഗമില്ല. ഊർഷ മദ്യപാനികൾക്ക് 5 സ്റ്റാർ മദ്യപിക്കാൻ. ഞങ്ങൾക്ക് പാവപ്പെട്ട മദ്യപാനികളുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഇവിടെ ആരുമില്ല. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി തമിഴ്നാട്ടിലേക്കോ കർണാടകത്തിലേക്കോ പോവാണ്. അതിനിപ്പോ എന്താ വിൽക്കാനുള്ളത്? ഒക്കെ കുടിച്ചു കുടിച്ച് തീർത്തല്ലേ. ഞാനേ വൃക്ക വിൽക്കൂ. ആ കാശ് കൊണ്ട് മദ്യം കിട്ടുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് പോയി കുടിച്ച് കുടിച്ച് ചാവണം എനിക്ക്. കുടി നിർത്തിക്കൂടെ മുരളി? എനിക്ക് അങ്ങനെ പറയരുത് മുസ. ഞങ്ങള് കുടിയന്മാര് നൽകുന്ന നികുതി പണം കൊണ്ടാ ഈ കേരളം തട്ടിമുട്ടി മുന്നോട്ട് പോകുന്നത്. അനുഭവിച്ചോളും, എല്ലാവരും അനുഭവിച്ചോളും. എന്റെ യാത്ര തുടരട്ടെ മുസ. ഓ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ മുസ. ഇതൊരു മദ്യപാന തീർത്ഥാടന യാത്രയാണ്. എന്തെങ്കിലും ഒരു ദക്ഷിണ. ദക്ഷിണയോ? മദ്യം കിട്ടാതെ വിഷമിക്കുന്ന കുടിയന്മാരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി അവർക്കായി ഞാൻ അടിക്കുന്ന പെഗിന് വേണ്ടിയുള്ള ദക്ഷിണയാണ് ഞാൻ ചോദിക്കുന്നത്. മദ്യപിക്കാൻ വേണ്ടിട്ടേ ഒരു നയാ പൈസ നമ്മളെടുത്ത് കിട്ടൂല. ഈ വിട്ടോ. മദ്യപരുടെ ദുഃഖങ്ങൾ മൂസയ്ക്ക് മനസ്സിലാവണമെങ്കിൽ മൂസ ഒരിക്കലെങ്കിലും മദ്യപിക്കണം. അത് അറിയാത്ത മൂസയോട് ദക്ഷിണ ചോദിച്ചത് എന്റെ തെറ്റ്. സോറി മൂസ. വരട്ടെ. മദ്യപാനമാണടോ മനസ്സിനൊരാനന്ദം, ഒരു തുള്ളി അകത്തു ചെന്നാൽ സ്വർഗലോകമാണടോ. കണ്ണീർ പാടം കൊയ്യും എന്താണ് പാടാൻ സമ്മതിക്കൂല.
പാത്തുവോ ഈ കള്ളുടിയന്മാരെ ഓരോ പ്രശ്നങ്ങളെ എന്റെ പ്രശ്നോ? എന്റെ പ്രശ്നം അതിൽ ഒരു കുഴപ്പമില്ല. മദ്യം എന്ന് പറഞ്ഞ സാധനം എന്തേതൊക്കെ കുഴപ്പമാണ് നാട്ടിൽ ഉണ്ടാക്കണത്? അല്ല എന്റെ പുറയിലുണ്ടോ മദ്യം കാരണം പ്രശ്നം? ഇല്ല. ഇഞ്ച കിട്ടാൻ ഒരു മദ്യം കഴിക്കാത്ത മുത്തല്ലേ. പക്ഷെങ്കിൽ ബാക്കിയുള്ള പുരയിലൊന്നും അങ്ങനെയല്ലേ. കള്ളും കുടിച്ച് വന്ന് കെട്ടിയോളെ തെറി വിളിക്കുക, തല്ലുക. ഹോ, നിന്റെ ഭാര്യ മടുത്ത് വേറെ ആരെങ്കിലും ഒപ്പം ഒളിച്ചു കൊടുക്കും. പിന്നെ പുരയിലുള്ള കുട്ടികളെ ജീവിതം. ഹോ, ബാറ് മാത്രം നിരോധിച്ചാ പോരാ, മദ്യം മുഴുവൻ ദുനിയാവെന്ന് ഇല്ലാണ്ടാക്കണം. എന്നാലേ നാട് നന്നാവും. നിരോധിക്കലല്ല പത്തോ കാര്യം. ഇപ്പൊ തന്നെ നമ്മളൊരാളെ കണ്ട് മൂപ്പര് മദ്യം കഴിക്കാൻ മായ്ക്ക് പോവുക. നിരോധിക്കുന്നതിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് ബോധവൽക്കരണത്തിനായിരിക്കണം. അങ്ങനെ മനുഷ്യൻ മദ്യം ഉപേക്ഷിക്കുന്ന സ്ഥിതി വരും. അല്ലാണ്ട് നിരോധനം ഒന്നും ഒരു പരിഹാരമല്ല. ബോധവൽക്കരിക്കാത്തതിന്റെ കുഴപ്പമൊന്നും അല്ല മുസക്കയ്യേ. കുപ്പിമ തന്നെ എഴുതി വെച്ചില്ലേ മദ്യപാനോ ആരോഗ്യത്തിന് ഹാനികരമെന്ന്? എന്നിട്ടും ആൾക്കാർ മൈൻ കുടിക്കില്ലേ? അങ്ങനെയുള്ളവനെ എങ്ങനെ ബോധവൽക്കരിക്കാനാണ് നിങ്ങൾ പറയുന്നത്? മദ്യം കിട്ടാത്തൊരവസ്ഥ വന്നാലേ ഇവനൊക്കെ നന്നാവുള്ളൂ. അതായത് പാത്തുവോ, പണ്ട് ചാരായ നിരോധിച്ചപ്പോ ഇവിടെ എന്താ സംഭവിച്ചേ? കൂടുതൽ പൈസയും കൊടുത്ത് നിലവാരമില്ലാത്ത മദ്യം വാങ്ങി കുടിച്ചില്ലേ? മുയിമനെ അങ്ങോട്ട് നിരോധിച്ചാലേ ഒന്നും മൈൻ കുടിക്കാൻ പറ്റൂലല്ലോ. കള്ള് ഷാപ്പുകളുണ്ടല്ലോ, അതിലൂടെ വ്യാജ കള്ള ഒഴുകും പാത്തുവോ. ഇതൊക്കെ വെടുപ്പായിട്ട് നടക്കണമെങ്കിൽ എക്സസൈസുകാരില്ലേ ഓല് വിചാരിക്കണം. എക്സൈസ് അതല്ലേ ഉദ്ദേശിച്ചേ? എക്സസൈസ് അല്ല, എക്സസൈസുകാർക്ക് നല്ലൊരു എക്സസൈസ് കൊടുക്കണം. കള്ളവാറ്റാരെ വ്യാജമദ്യം വിൽക്കുകയും ചെയ്യണ ഹിമാറുകളില്ലേ, ഓലൊക്കെ ഞമ്മക്ക് ഓടിച്ചിട്ട് പിടിക്കണം. ഒക്കെ ശരിയാ. പക്ഷെ ഈ പാവപ്പെട്ട ബാറ് മുതലാളിമാരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കോടികൾ ലോൺ എടുത്ത് കടം വാങ്ങിയിട്ടാണ് പലരും ഇവിടെ ബാറ് തുടങ്ങിയത്. ഓരൊക്കെ കാര്യം കഷ്ടല്ലേ. പിന്നെ ഓലക്കീനെ കൊണ്ട് കോടികൾ ഉണ്ടാക്കുകയും ചെയ്തില്ലേ. പടച്ചോന് നിരക്കാത്ത കച്ചവടം ചെയ്താലേ ആരും കൊൺപിടിക്കൂല, അത്രേ ഉള്ളൂ കാര്യം. എന്തായാലും ഞമ്മള് ഹാപ്പിയാ. മീൻ കച്ചവടം നിരോധിക്കണ്ടെന്നാ മതി. പടച്ചോനെ, മീൻ കച്ചവടം നിരോധിക്കോ? ഞമ്മൾ എന്താക്കൂ? എന്താക്കാനാ, സങ്കടമൊക്കെ വരും, അതുറപ്പാ. സങ്കടം വരുമ്പോ ഒന്ന് അടിക്കാൻ അന്ന് ബാറുണ്ടാവുകയാവോ? മദ്യം കഴിച്ചാലേ അന്ന് നിങ്ങളെ കച്ചവടം ഞമ്മള് പൂട്ടു. എന്റെ മുത്ത് പോയിട്ടേ ഒരു സ്മോള് കൊണ്ടുവരും. ഒരു സുലൈമാനി കൊണ്ടുവരും പത്തുവോ. സുലൈമാൻ ഇങ്ങക്ക് എത്ര ആണെങ്കിലും ഞമ്മള് തരൂ. ഒരു കണക്കിന് ഞമ്മള് ഭാഗ്യവതിയാ. മദ്യം കഴിക്കാത്ത ഒരു ഭർത്താവിനല്ലേ ഞമ്മ കിട്ടിയേ. അന്റെ അടുത്ത് കള്ളും കുടിച്ച് വന്നാല് അപ്പൊ തന്നെ കെട്ടുവിട്ടോ പത്തുവോ. എന്താ അതിനൊക്കെ വലിയ ലഹരിയല്ലേ ഈ. നിങ്ങക്ക് സുലൈമാൻ വേണ്ടേ? വേണം പത്തു. ഞാൻ കൊണ്ടുവരട്ടെ? കൊണ്ടുവര്. ഞമ്മക്ക് കൊതിയായിട്ട് വയ്യ. എന്തിന്? സുലൈമാനി കുടിക്കേ. ഈ പെണ്ണിന്റെ ഒരു കാര്യം.